Hi students, welcome back. Today we are going to discuss 24th question from miscellaneous exercise of integrals. Are you ready? Okay, let us start. Integral of root of x square plus 1 into log x square plus 1 minus 2 log x divided by x raised to 4 dx. ഇതൊന്ന് തിരിച്ച് log x square plus 1 divided by 2 log x അല്ലേ. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം നമുക്ക്. ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ അല്ലേ, ലോഗ് എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്കിവിടെ എക്സ് സ്ക്വയർ എന്ന് എഴുതി കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 പിന്നെ 2 log x മീൻസ് log x സ്ക്വയർ. അപ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പത്തി നമുക്ക് എക്സ് ഔട്ട് സൈഡിൽ എടുക്കാം അല്ലേ. റൂട്ടിന് ഈ എക്സ് സ്ക്വയറിനെ നമുക്ക് റൂട്ടിൻ്റെ ഔട്ട് സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ എന്താ വരുന്നേ? എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് ഇവിടുന്ന് എക്സ് സ്ക്വയർ ഔട്ട് സൈഡ് ചെയ്ത് 1. ഓക്കെ, ദെൻ ഇവിടുന്ന് 1 ബൈ എക്സ് സ്ക്വയർ. ഗുഡ്. ഇൻറ്റു ലോഗ് ഇവിടെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്താലോ. എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ആക്കിയാലോ. ഓക്കെ, എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ. കറക്റ്റ്. ദെൻ ഡി എക്സ് ബൈ എക്സ് റേസ് ടു 4. ഇനി നമുക്ക് ഈ എക്സും ഈ എക്സ് റേസ് ടു 4 ഒരു എക്സ് കൂടെ ക്യാൻസൽ കളയാം. ഓക്കെ, അപ്പം നമുക്ക് എന്താ വരുന്നത്? ഇൻ്റഗ്രൽ ഓഫ് പറയേ റൂട്ട് ഓഫ് 1 പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് 1 പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. ആം ഐ കറക്റ്റ്? ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് 1 പ്ലസ് 1 ബൈ എക്സ് സ്ക്വയറിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കളയാം അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. 1 പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി. പറയേ എന്താ 1 പ്ലസ് 1? 1ൻ്റെ ഡെറിവേറ്റീവ് 0. 1 ബൈ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് പറയേ എക്സ് റേസ് ടു -2. -2 ഇൻറ്റു എക്സ് റേസ് ടു -3 അല്ലേ. അപ്പോൾ എന്ത് വരും? -2 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. കറക്റ്റ്. ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി. അപ്പോൾ നമുക്ക് എല്ലാം ഉണ്ടോ നോക്കിക്കേ. റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയറിന് പകരം നമുക്ക് റൂട്ട് ടി എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് ലോഗ് ടി എന്ന് കൊടുക്കാം. പിന്നെ -2 ബൈ എക്സ് ക്യൂബ് 1 ബൈ എക്സ് ക്യൂബ് ഡി എക്സ് നമുക്ക് ഡി ടി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കറക്റ്റ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ എഴുതാം അല്ലേ. മൈനസ് ഇപ്പം നമുക്ക് ഡി എക്സ് ബൈ എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ടി ബൈ 2 എന്ന് കിട്ടി. ആം ഐ കറക്റ്റ്? ഇനി നമുക്കിവിടെ എഴുതി കൊടുക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 1 പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ മീൻസ് ദാറ്റ് ഈസ് റൂട്ട് ടി. റൂട്ട് ടി. ഇനി ഇവിടെ എന്ത് വരും? ലോഗ് 1 പ്ലസ് 1 ബൈ എക്സ് സ്ക്വയറിന് എന്താ കൊടുക്കേണ്ടത്? ലോഗ് ടി. ലോഗ് ടി. ദെൻ ഡി എക്സ് ബൈ എക്സ് ക്യൂബിന് എന്താ കൊടുക്കേണ്ടത്? -1 ബൈ 2. നമുക്ക് -1 ബൈ 2 ഇവിടെ എഴുതാം. ഡി ടി. ഹൈലൈറ്റ് യൂസ് ചെയ്യും. ഏതാ അവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത്? ഹൈലൈറ്റിന് ഇൻവേഴ്സ് ലോഗരിതമിക്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. ഇത് നമുക്ക് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മീൻസ് ടി റേസ് ടു 1 ബൈ 2 ആണ്. റൂട്ട് ടിക്ക് പകരം നമുക്ക് ടി റേസ് ടു 1 ബൈ 2 എന്ന് എഴുതാം. എഴുതിക്കോട്ടെ. ഓക്കെ, ഇവിടെ നമുക്ക് ടി റേസ് ടു 1 ബൈ 2 എന്ന് എഴുതാം. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മീൻസ് ടി റേസ് ടു 1 ബൈ 2ൻ്റെ ഇൻ്റഗ്രൽ എന്താ? ടി റേസ് ടു 1 ബൈ 2 പ്ലസ് 1 മീൻസ് ടി റേസ് ടു 3 ബൈ 2. അപ്പോൾ 2 ബൈ 3 ഇൻറ്റു ടി റേസ് ടു 3 ബൈ 2. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ലോഗ് ടിയുടെ 1 ബൈ ടി. Derivative of the first into integral of the second, that is 2 by 3 into t raised to 3 by 2, then dt plus c. ഈ -1/2 ഓക്കെ -1/2 എടുക്കാൻ വരട്ടെ. ഇവിടെ -1/2 ഇൻറ്റു
2/3 t⁵ log t മൈനസ് ഇവിടെ നമുക്ക് 2/3 ഔട്ട്സൈഡിൽ 2/3 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് t⁵ ഡിവൈഡഡ് ബൈ t dt പ്ലസ് c. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു 2/3 t⁵ log t മൈനസ് 2/3 ഇൻറ്റു t⁵ ഇൻ്റഗ്രൽ ഓഫ് t⁵ ഡിവൈഡഡ് ബൈ t എന്ന് പറഞ്ഞാൽ -1 t⁵ minus 2/2, that t⁵1/2. So here t⁵1/2 dt plus c. Then that is equal to -1/2 of 2/3 t⁵3/2 log t minus 2/3 into t⁵1/2. t⁵1/2 plus 1 t⁵3/2. So into 2/3 into t⁵3/2 plus c. ഇനി നമുക്ക് ഈ -1/2 വെച്ചിട്ട് അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? 2ഉം 2ഉം ക്യാൻസൽ. ദെൻ വി വിൽ ഗെറ്റ് -1/3 t⁵3/2 log t. 2 into 2 means -4/9. പിന്നെ ഇവിടെ നമുക്ക് -1/2 വരും അല്ലേ. അപ്പോൾ നമുക്കിവിടെ പ്ലസ് 2/9 എന്ന് വരും. 2/9 t⁵3/2 പ്ലസ് സി. ഓക്കെ, t⁵3/2 ഇവിടെ എവിടെയും കോമൺ ഉണ്ട് അല്ലേ. നമുക്ക് ഔട്ട് സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾക്ക് -1/3 t⁵3/2 ഔട്ട് സൈഡിലേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് -1/3 t⁵3/2. അപ്പോൾ ലോഗ് ടി വന്നു. ലോഗ് ടി മൈനസ് 2/3 പ്ലസ് സി. That is equal to -1/3. T means that is 1 plus 1/x square. The whole raised to 3/2 into log t. T means 1 plus 1/x square minus 2/3 plus c. Guys, this is very important question. 24th നന്നായിട്ട് പഠിക്കണം കേട്ടോ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കുക. ഇവിടെ നമ്മൾ ഇതൊക്കെ എല്ലാവർക്കും -2/x³ dx ഈസ് ഈക്വൽ ടു dt. അപ്പോൾ നമ്മൾ dx/x³ ഈസ് ഈക്വൽ ടു -dt/2. പിന്നെ നമ്മുടെ ഇക്വേഷനിൽ -1/2 ഇൻറ്റു t⁵½ log t dt. ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുക. ദിസ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. t⁵1/2ൻ്റെ ഇൻ്റഗ്രൽ മീൻസ് t⁵3/2 ഡിവൈഡഡ് ബൈ 3/2. ദാറ്റ് മീൻസ് 2/3 ഇൻറ്റു t⁵3/2 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് log ടിയുടെ ഡെറിവേറ്റീവ് 1/t ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. ഇത് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, പ്ലസ് സി. ഇനി നമുക്ക് -1/2 ഇൻറ്റു ഇത് ഞാൻ ആദ്യം എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ log t. ഇവിടെ 2/3 ഔട്ട് സൈഡിലേക്ക് എടുത്തു. എന്നിട്ട് t⁵3/2 ഡിവൈഡഡ് ബൈ ടിയും കൂടെ ഒന്ന് സോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് t⁵½ കിട്ടി അല്ലേ. t⁵½ വരും ഇവിടെ. t⁵½ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പം t⁵3/2 ഡിവൈഡഡ് ബൈ 2/3. അപ്പോൾ -2/3 പ്ലസ് സി. മനസ്സിലായോ? അപ്പോൾ t⁵3/2 ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുമ്പോൾ നമുക്ക് t⁵½ കിട്ടുന്നത്. t⁵½ dt. മനസ്സിലായില്ലേ? t⁵3/2 ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുമ്പോൾ t⁵1/2 വന്ന്. ഇത് t⁵1/2. ഈ t⁵1/2ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പം എന്ത് വന്നു? t⁵3/2 ഡിവൈഡഡ് ബൈ 3/2 ദറ്റ് ഈസ് ഇൻറ്റു 2/3. ഇനി ഒന്നുമില്ല. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നോക്കിക്കേ, ഇവിടെ t⁵3/2 ഇവിടെ t⁵3/2 ഉണ്ട്. അപ്പോൾ -1/t⁵3/2 നമ്മൾ ഔട്ട് സൈഡിലേക്ക് എടുത്ത് log t -2/3 എന്ന് കിട്ടി.
ഇനി നമുക്ക് ടിക്ക് തിരിച്ച് 1 + 1/x² ഇട്ട് കൊടുത്തു. ഓക്കെ ഓക്കെ ഗായ്സ്, സ്റ്റഡി 24th ക്വസ്റ്റ്യൻ ക്ലിയർലി. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ സ്റ്റഡി 25th ക്വസ്റ്റ്യൻ. ഓക്കെ, ബൈ ബൈ.